ഇന്ത്യ എന്ന രാജ്യം ലോകത്തെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഉപഭോഗങ്ങളുള്ള രാജ്യങ്ങളിലൊന്നാണ്. ആവശ്യമുള്ള ക്രൂഡ് ഓയിലിന്റെ 80% രാജ്യം ഇറക്കുമതി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പരമ്പരാഗതമായി സൗദി അറേബ്യയും ഇറാഖും അടങ്ങുന്ന അറബ് രാജ്യങ്ങളാണ് ഇന്ത്യയുടെ പ്രധാന ക്രൂഡ് ഓയിൽ വിതരണക്കാർ എന്നതും. പക്ഷേ 2022 യുക്രൈൻ അധിനിവേശത്തോടെ റഷ്യ രാജ്യത്തെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ വിതരണക്കാരായി മാറുന്നതായിരുന്നു പ്രധാനമായിട്ടും കണ്ടിരുന്നത്. യുക്രൈൻ അധിനിവേശത്തെ തുടർന്ന് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയതോടെ റഷ്യ, ഇന്ത്യയും ചൈനയും അടങ്ങുന്ന ഏഷ്യൻ രാജ്യങ്ങൾക്ക് വലിയ വിലക്കിഴിവിൽ എണ്ണ വിൽക്കുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് അറബ് രാഷ്ട്രങ്ങളെ മറികടന്ന് റഷ്യ ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണ വിതരണക്കാരായി മാറി. ഒരു സമയത്ത് 40%-ലേറെയായിരുന്നു ഇന്ത്യൻ ക്രൂഡ് ഓയിൽ വിപണിയിലെ റഷ്യൻ വിഹിതം എന്നത്. അടുത്ത കാലത്തായിട്ട് റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി വലിയ രീതിയിൽ കുറയുകയായിരുന്നു. അമേരിക്ക ഉപരോധം കൂടുതൽ ശക്തമാക്കിയതോടെ മാർച്ച് മുതൽ റഷ്യൻ ക്രൂഡിന്റെ വരവ് ഏകദേശം നിലയ്ക്കുന്ന സാഹചര്യമായിരുന്നു നിലനിന്നിരുന്നത്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയം. ക്രൂഡ് ഓയിൽ ഇറക്കുമതി രംഗത്ത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ ഇന്ത്യ നടത്തിയ വൈവിധ്യവൽക്കരണമാണ് ഇതിന് പിന്നിലെ പ്രധാന കാരണം. നേരത്തെ 30-ൽ താഴെ രാഷ്ട്രങ്ങളിൽ നിന്നിരുന്ന ഇന്ത്യ പ്രധാനമായും ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് 39-ലേക്ക് ഉയർന്നിരിക്കുകയാണ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി നിലനിൽക്കുന്നത്. ഇന്ത്യയിലേക്ക് ക്രൂഡ് ഓയിൽ എത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ മേഖലയായി ഇന്ന് ലാറ്റിൻ അമേരിക്ക മാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു രാജ്യമാണ് പ്രധാനമായും അർജന്റീന. കഴിഞ്ഞ ഡിസംബറിൽ പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് അർജന്റീനയിൽ നിന്നും ആദ്യമായി ക്രൂഡ് ഓയിൽ വാങ്ങിയിരുന്നു. 1 മില്യൺ അർജന്റീനൻ ക്രൂഡ് ഓയിലാണ് യൂറോപ്യൻ വ്യാപാരിയായ മെർക്കുറിയിൽ നിന്ന് BPCL പ്രധാനമായും വാങ്ങിയിരുന്നത്. മറ്റൊരു ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനസ്വേലയുമായി ഇന്ത്യക്കുള്ളത് ദീർഘകാല ക്രൂഡ് ഓയിൽ ഇടപാടിന്റെ ചരിത്രമാണുള്ളത്. അമേരിക്കൻ ഉപരോധ സമയങ്ങളിൽ രാജ്യവുമായുള്ള ഇടപാട് നിർത്തിവെക്കേണ്ടി വന്നിരുന്നുവെങ്കിലും ഡിസംബറിൽ ചില ഇളവുകൾ ലഭിച്ചതിനെ തുടർന്ന് വെനസ്വേലയുടെ സ്റ്റേറ്റ് ഓയിൽ കമ്പനിയായ PDVSAയും റിലയൻസ് ഇൻഡസ്ട്രീസും തമ്മിൽ പുതിയ കരാർ സ്ഥാപിക്കുകയും അതുപോലെ ക്രൂഡ് ഓയിൽ വിതരണം പുനരാരംഭിക്കുകയും ചെയ്തിരുന്നു. അടുത്ത കാലത്തായിട്ട് തന്നെ വൻ ക്രൂഡ് ഓയിൽ ശേഖരം കണ്ടെത്തിയ ഗയനയുമായി ഇന്ത്യ ഇടപാടുകൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2026ഓടെ ഗയന എണ്ണ ഉൽപ്പാദനത്തിൽ അയൽരാജ്യമായ വെനസ്വേലയെ മറികടക്കുമെന്നാണ് വിദഗ്ധരെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടുന്നത്. ഇത് ആഗോള എണ്ണ വിതരണ മേഖലയിൽ ഒഴിച്ചുകൂടാനാകാത്ത ശക്തിയായി രാജ്യത്തെ മുഴുവൻ മാറ്റുകയും ചെയ്യും. അപ്പോൾ അടുത്തിടെ നരേന്ദ്രമോദി ഗയാന സന്ദർശനം നടത്തിയപ്പോൾ ക്രൂഡ് ഓയിൽ ഇടപാടും പ്രധാന വിഷയമായി മാറിയിരുന്നു. ബ്രസീലിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ അടുത്തിടെ ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ബ്രസീൽ സന്ദർശിച്ച പെട്രോളിയം വകുപ്പ് മന്ത്രി ഹർദീപ് സിംഗ് പൂരി തന്നെ വ്യാപാരം വർദ്ധിപ്പിക്കാനുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തിരുന്നു. എണ്ണ ഇറക്കുമതിയിൽ ഇത്തരത്തിൽ വൈവിധ്യവൽക്കരിച്ചതോടെ പ്രധാന ഇറക്കുമതിക്കാരായ റഷ്യ, ഇറാഖ്, സൗദി എന്നിവരുമായുള്ള ഇന്ത്യയുടെ വിലപേശൽ ശേഷി വർദ്ധിപ്പിക്കുന്നതായിരിക്കും. അപ്പം ന്യായമായ ഇടപാടുകൾക്ക് തയ്യാറല്ലെങ്കിൽ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി കുറയ്ക്കാനും ഇന്ത്യക്ക് കഴിയും. അപ്പോൾ എണ്ണയുടെ കാര്യത്തിൽ ഏതെങ്കിലും രാജ്യങ്ങൾ ഇന്ത്യയെ ഭീഷണിപ്പെടുത്താവുന്ന സാഹചര്യം ഇപ്പോഴില്ലെന്നതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്.